നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാടാ നീ എന്റെ മോള് ശാലിനി പെണ്ണ് ചോദിച്ചു വന്നത്? ആന്റി ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുന്നത് നല്ലത്. ഇത്രയും വലിയ തോന്നിവാസം ചെയ്ത് നിന്നെ അടിച്ച് പുറത്താക്കാത്തതാ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. സാറിന് പുറത്തേക്ക് ഇറങ്ങിക്കേ. ഞാൻ ശാലിനിയെ പൊന്നു പോലെ നോക്കിക്കോളാം. ഇനി ഒരു വട്ടം കൂടെ എന്റെ ശാലിനി മോളുടെ പേര് നിന്റെ വായിന്ന് വീണ അടിച്ച് നിന്റെ പല്ല് ഞാൻ കുഴിക്കും. കടക്കട പുറത്ത്. എന്തടാ നീ പേടിച്ചു പോയോ? മോൻ അവിടെ ഇരിക്ക്. ആന്റി ആന്റി തന്നെയാടാ. നിന്നെ എത്ര കാലം കൊണ്ട് അറിയുന്നതാ? അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റൂ നിന്നെ? അല്ല ആന്റി, അപ്പൊ ഇത്രയും നേരം നിന്നെ ഞാൻ കളിയാക്കിയതല്ലേ? ഒറ്റയ്ക്ക് വന്ന് പെണ്ണ് ചോദിച്ചാ പെണ്ണ് വീട്ടുകാർക്ക് ഉടനെ അങ്ങ് സമ്മതിക്കാൻ പറ്റുമോ? നല്ലതും ചീത്തതും ഒക്കെ ആലോചിക്കണ്ടേ? ഞങ്ങളുടെ മേഘന മോൾക്ക് തങ്കം പോലത്തെ സ്വഭാവ. നീ പെട്ടെന്ന് വന്ന് മേഘന മോളെ ഇഷ്ടമാണ്, കല്യാണം കഴിച്ചോളാന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ തലയിലേക്കൊന്നും കേറിയില്ലടാ. അരുന്ധതി, നീ എന്തായി പറയുന്നത്? അതെന്താ നിങ്ങൾ കേട്ടില്ലേ? അവൻ ആദ്യം നിങ്ങളോടല്ലേ പറഞ്ഞത്? ഈ പ്രായത്തിൽ ഇത്രയും ഉത്തരവാദിത്തമുള്ള ജഗദീഷിനെ പോലൊരു മോൻ നമ്മുടെ മേഘന മോളെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞത് എത്ര വലിയ കാര്യമാണെന്നേ. എന്ത്? ഈ ജഗദീഷിന് മേഘനെ ഇഷ്ടമാണെന്നോ? നീ ഇങ്ങോട്ട് മാറ്. മേഘനെ, ഇത്രയും പെട്ടെന്ന് ഇത്രയും നല്ലൊരു ബന്ധം നിനക്ക് ഒത്തുകിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. ജഗദീഷിന് 4 ടാക്സി ഉണ്ട്, അറിയോ? ഈ നാട്ടുകാർക്കല്ലേ ഇവനെ വലിയ ഇഷ്ടാ. നിന്നെ അവന് ഇഷ്ടാണെന്ന് പറഞ്ഞ നിന്റെ ഭാഗ്യമാ. ചെറുമേ, എന്താ ഇതൊക്കെ? പെണ്ണ് കാണലാണെന്ന് കൂട്ടിക്കോ മോളെ. അരുന്ധതി, ജഗദീഷ് പറഞ്ഞത് അതൊന്നും അല്ലല്ലോ. ജഗദീഷിന് നമ്മുടെ വീട്ടിലെ മരുമോനായാ മതിയെന്നേ പറഞ്ഞുള്ളൂ. മേഘനയല്ലേ എല്ലാവരേക്കാളും മൂത്തത്. അപ്പൊ അവളുടെ കല്യാണമല്ലേ ആദ്യം നടത്തേണ്ടതും. എന്താ ജഗദീഷേ, നിനക്ക് ഓക്കെ അല്ലേ? മുയലിറച്ചി വാങ്ങാൻ വന്നിടത്ത് മാനിറച്ചി കിട്ടിയ പോലെ ആയല്ലോ. എന്തായാലും മാൻ തന്നെ എന്റെ കൂട്ട്. ആന്റി എന്ത് തീരുമാനിച്ചാലും എനിക്ക് ഓക്കെ. പക്ഷേ മേഘനക്ക് എന്നെ ഇഷ്ടാവോന്ന് അറിയണ്ടേ ആന്റി? എനിക്ക് താല്പര്യമില്ല ചെറുമേ. അതെ മേഘനേച്ചി, ഈ കല്യാണം ചേച്ചിക്ക് വേണ്ട. ആന്റി, ജഗദീഷേ, നാട്ടും പുറത്തെ പെൺകുട്ടികള് കല്യാണം എന്ന് കേൾക്കുമ്പോഴേ സമ്മതിക്കൂന്ന് കരുതിയോ നീ? മാത്രല്ല, ആരുമില്ലാത്ത അനാഥ കുട്ടികളല്ലേ. ഞാൻ പയ്യെ കാര്യം പറഞ്ഞു കൊടുത്തോളാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്കും മോനെ. ഓക്കെ, പക്ഷേ നീ ധൈര്യമായിട്ട് പൊയ്ക്കോ. മേഘനയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ആന്റി പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ പോകുന്നു. ഞാനല്ലേ പറയുന്നേ, നീ പോയിട്ട് വാ. യെസ്. ചേച്ചി, ചെറിയമ്മ ഇത് എന്തിനുള്ള പുറപ്പാടാന്ന് മനസ്സിലാവുന്നില്ല. വേണ്ട ചേച്ചി, ആ ജഗദീഷിനെ കല്യാണം കഴിക്കാൻ ചേച്ചി ഒരിക്കലും സമ്മതിക്കരുത്. ശരിയാ ചേച്ചി, അയാളെ കാണുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു. അരുന്ധതി, നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നെന്ന് വല്ല വിവരമുണ്ടോ? നരേന്ദ്രേട്ടാ, എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കണ്ടിട്ടേ ഞാനൊരു തീരുമാനം എടുക്കുന്നു. നിങ്ങൾക്ക് അറിയാലോ.
തർക്കിക്കാൻ വരണ്ട. അതല്ല അരുന്ധതി, മേഘന ഒരു പാവമാ. അവൾ അവനെ പിടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ പാവം പെണ്ണിനെ ബുദ്ധിയുള്ളൊരുത്തന്റെ കയ്യിൽ പിടിച്ചു കൊടുത്താലേ ജീവിതം നന്നായിരിക്കൂ. അതുപോലും നിങ്ങക്ക് അറിയില്ലെന്നുണ്ടോ? അരുന്ധതി, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കുന്നില്ല. എന്ത് ചെയ്യണോ എപ്പോ ചെയ്യണോന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇടയ്ക്ക് കയറി വേണ്ടാത്തത് എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാ എന്നെ പിന്നെ നിങ്ങൾ ജീവനോടെ കണ്ടെന്ന് വരില്ല. എന്റെ തീരുമാനം തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ മോളെ? നിന്റെ കൈപിടിച്ച് ഞാൻ നിന്നെ എന്റെ കൂടെ മാംഗ്ലൂർക്ക് കൂട്ടിയത് നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി തരാനല്ലേ? നീ ജഗദീഷിനെ കല്യാണം കഴിച്ചാ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും. ജഗദീഷിനെ മേഘനേച്ചി കല്യാണം കഴിച്ചാ ചേച്ചിയുടെ ജീവിതം നശിക്കുകയുള്ളൂ. അയാൾ എന്റെ ചേച്ചിക്ക് ചേരുന്ന വ്യക്തിയല്ല. നീ കൊച്ചുകുട്ടിയാ, നിനക്കൊന്നും അറിയില്ല. ഞാൻ നിങ്ങളെ പ്രസവിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാ. പക്ഷെ നിങ്ങളെ മൂന്നുപേരെയും കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കാനുള്ള മനസ്സെനിക്കുണ്ടായിരുന്നു. മേഘനയ്ക്ക് എന്താ വേണ്ടതെന്നും ആരെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നും എന്നേക്കാൾ കൂടുതൽ നിനക്ക് എന്താ അറിയാം? കൊച്ചു പിള്ളേര് പുറത്തേക്ക് പോയേ, ചെല്ലാൻ. മോനും പുറത്തേക്ക് പോയേ, ചെല്ല്. വിളിച്ചോണ്ട് പോ. വാ ചാരു, അങ്ങോട്ട് ചെല്ല്. മോളെ, ജഗദീഷ് നല്ല ചെക്കനാ. 4 കാറും ഒരു വാനും സ്വന്തമായിട്ട് വീടും സമ്പാദ്യം ഒക്കെ ഉണ്ട്. ഇവിടെ ഉള്ളവരിൽ ഏറ്റവും നല്ല പയ്യനാ. നിന്നെ അവൻ പൊന്നുപോലെ നോക്കിക്കോളും. ജീവിതം പണം മാത്രമല്ലല്ലോ. സമ്പാദ്യം ഉണ്ടെങ്കിൽ നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്നില്ല. ആര് പറഞ്ഞു? പണം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. അപ്പൂപ്പന്റെ ആഗ്രഹം ഓർമ്മയുണ്ടല്ലോ. മേഘനയുടെ കല്യാണം കാണുന്നൊരു മോഹം ഉണ്ടായിരുന്നു. നരേന്ദ്ര, മേഘനയുടെ കല്യാണം നീ തന്നെ നടത്തി കൊടുക്കണേടാ. നിന്റെ അപ്പൂപ്പന് നരേന്ദ്രേട്ടൻ കൊടുത്ത വാക്ക് മറന്നോ മേഘനെ? മരിക്കാൻ നേരത്ത് നിന്റെ അപ്പൂപ്പൻ അന്ത്യാഭിലാഷമായിട്ട് പറഞ്ഞ കാര്യം നിന്റെ കല്യാണം നരേന്ദ്രേട്ടൻ തന്നെ എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണമെന്നാ. അത് നടന്നാലല്ലാതെ ഇനി ഞങ്ങക്ക് സമാധാനം ഉണ്ടാവോ? പറഞ്ഞു വെച്ച കല്യാണം അപ്പൂപ്പൻ മരിച്ചതോടെ മുടങ്ങിപ്പോയി. ഇതിന്റെ പേരിൽ അപ്പൂപ്പന്റെ ആത്മാവ് ശാന്തി കിട്ടാതെ അലയുന്നുണ്ടാവും. ചെറിയമ്മേ, അതെ മോളെ, എന്റെ മോളെ ഈ കല്യാണത്തിന് സമ്മതിച്ചാലേ നിന്നെ ജീവനേക്കാളേറെ സ്നേഹിച്ച അപ്പൂപ്പന്റെ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ മോളെ. പാവ ഇപ്പൊ അലഞ്ഞു നടക്കുകയായിരിക്കും. നീ ഇത് വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ അത് അപ്പൂപ്പന്റെ ആത്മാവിന് വേദനയാവില്ലേ? ഈശ്വര, മേഘനേച്ചി സമ്മതിക്കരുതേ. മോളെ മേഘനെ, നിതിന്റെ ഓപ്പറേഷൻ എത്രയും വേഗം നടത്തിക്കണ്ടേ? നമ്മുടെ അടുത്ത് കാശുള്ളോണ്ടായില്ല. ഇത്രയും വലിയ സിറ്റിയിൽ നിനക്കൊരു തുണ വേണം മോളെ. അപ്പോ വലിയ വലിയ ഡോക്ടേഴ്സിനൊക്കെ കണ്ടുപിടിച്ച് ജഗദീഷ് എന്നെ നിതിന്റെ ഓപ്പറേഷൻ നടത്തിക്കോളും മോളെ. അത്രയ്ക്ക് പിടിപാടുള്ള ചെക്കനാ. നോക്കിയേ, ഞാൻ എടുത്തു ചാടി ഒന്നും തീരുമാനിക്കാറില്ല. വരും വരായികകളെല്ലാം ഞാൻ ചിന്തിക്കുമെന്നറിയാലോ. അറിഞ്ഞുകൊണ്ട് ഞാൻ എന്റെ മോളുടെ ജീവിതം തകർക്കാൻ നോക്കൂടാ. ചെറിയമ്മേ, ഇനി നീ ഒരക്ഷരം മിണ്ടരുത് കേട്ടോ. ഈ കല്യാണത്തിന് നീ സമ്മതിക്കുന്നു, അത്രേ ഉള്ളൂ. എന്റെ തലയെ തൊട്ട് സത്യം ചെയ്തേ. എവിടെ പോയി? ഞാനിവിടെ ഉണ്ടമ്മേ. താങ്ക് യു മാഡം. ചേട്ടാ,
നോക്കി നടക്കണ്ടേ മോനെ? ഡോൺ വറി അമ്മേ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ. ഐ എം ഫൈൻ. അതല്ലടാ. വല്യമ്മേ, ഒന്ന് സ്ലിപ്പായതിന് ഇങ്ങനെ ടെൻഷൻ അടിക്കണോ? ഏട്ടനൊന്നും പറ്റിയിട്ടില്ല. നീ മിണ്ടരുത്. നമ്മൾ ഓരോ ചുവട് വെക്കുമ്പോഴും ഒന്നിന് 2 വട്ടം ആലോചിക്കണമെന്നും എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് പലതവണ ചിന്തിക്കണമെന്നും എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. ശരിയമ്മേ, പറഞ്ഞിട്ടുണ്ട്. അമ്മ പറയുന്നതൊന്നും ഞാൻ മറക്കാറില്ല എന്നറിയാലോ. അമ്മ എന്താ ആജ്ഞാപിച്ചാലും മിഥുൻ അതനുസരിക്കും. അതുപോലെ ചെറുമേ, നരേന്ദ്രേട്ടാ, ഏട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യമില്ലാതെയാ നരേന്ദ്രേട്ടൻ ടെൻഷൻ അടിച്ചത്. എന്നിട്ടിപ്പോ എന്തായി? മേഘന നമ്മൾ പറഞ്ഞതൊക്കെ അനുസരിക്കും. ജഗദീഷിനെ കല്യാണം കഴിക്കാൻ അവള് സമ്മതിച്ചു. ജഗദീഷിനെ കെട്ടാൻ സമ്മതിച്ചെന്നോ? അവളുടെ ജീവിതം കോളായി. ഈ ഗുഡ് ന്യൂസ് ഉടനെ എന്നെ ജഗദീഷിനെ അറിയിക്കണം. ചേച്ചി എന്ത് പണിയായി ചെയ്തത്? എന്തിനാ ചേച്ചി കല്യാണത്തിന് സമ്മതിച്ച്? അപ്പൂപ്പന്റെ ആത്മശാന്തിക്കും നിങ്ങളുടെ നല്ല ഭാവിക്കും വേണ്ടി. നീ പൊക്കോ, ഞാൻ വിളിച്ചോളാം. ആ ജഗദീഷേ, ആ പറയാ ആന്റി. നിനക്ക് ഒടുക്കത്തെ ഭാഗ്യാണല്ലോ ചെറുക്ക. മേഘന നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. താങ്ക് യു ആന്റി. പ്രതീക്ഷിച്ചില്ല. ഇനി നല്ലൊരു മുഹൂർത്തം കുറിക്കണം. ആന്റി, അതിനു മുമ്പ് ഞങ്ങൾ തമ്മിലൊന്ന് മനസ്സിലാക്കൊക്കെ വേണ്ടേ? ആ വേണം വേണം, ചെയ്തോ. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ മേഘന എന്റെ കൂടെ 1 മണിക്കൂർ ഒന്ന് പുറത്തേക്കോ? പുറത്തേക്കോ? പ്ലീസ് ആന്റി, എന്തായാലും കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ. പ്ലീസ് ആന്റി. ശരി, അതിനിപ്പോ എന്താ, അത് ഞാൻ പറഞ്ഞേക്കാം. ഈവനിങ് ഞാൻ അങ്ങോട്ട് വരാം. മേഘനയോട് ഒന്ന് റെഡി ആയിട്ടിരിക്കാൻ പറയണേ. ആ ആയിക്കോട്ടെ. മിഥുൻ, എന്താടാ എന്നും ഇങ്ങനെ അമ്മ പറയുന്നതും കേട്ട് നടന്നോ? ഈ ഡാഡിക്കും കൂടി ഒരു ചാൻസ് ആടാ. നീ എന്റെയും കൂടി മോനാ, അത് മറക്കണ്ട. ഡാഡി, അമ്മ പറഞ്ഞത് അനുസരിക്കുമെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ 2 പേരും പറഞ്ഞത് അനുസരിക്കുന്ന. അതിലങ്ങനെ പാർഷ്യാലിറ്റി ഒന്നുമില്ല. അതാണ് എന്റെ മിഥുൻ ചേട്ടൻ. ഒറ്റ വാക്കിൽ 2 പേർക്കും ഉത്തരം തന്നു. ഡാഡി, മരിക്കുന്നത് വരെ നിങ്ങളുടെ വാക്കിന് എനിക്ക് എതിർവാക്കുണ്ടാവില്ല. ഇത് ഞാൻ തരുന്ന പ്രോമിസാണ്. ആ, നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിക്കുന്നതുവരെ ഞാനും എന്റെ അമ്മയെ അനുസരിക്കുമായിരുന്നു. പക്ഷെ അതിനുശേഷം എല്ലാം നിന്റെ അമ്മ മാത്രമായി. അരുണിമേ, ഞാൻ സത്യം പറഞ്ഞേ ഉള്ളൂ. നിന്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നടാ. ഡാഡി എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. നാളെ ഞാനും ഒരു കല്യാണം കഴിച്ചാ നിങ്ങളെ അനുസരിക്കില്ല എന്നല്ലേ? നിനക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ നിന്റെ കെട്ടിയോടും കൂടെ സമ്മതിക്കണ്ടേ? നോ ഡാഡി, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് മിഥുന്റെ വാക്കാണ്. എനിക്കൊരു ഭാര്യ വന്നാലും ഞാൻ നിങ്ങൾ പറയുന്നതേ അനുസരിക്കും. അതവിടെ നിൽക്കട്ടെ. എന്റെ അച്ഛനും അമ്മയെ അനുസരിക്കുന്ന ഒരു പെണ്ണിനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. അങ്ങനെയല്ല മോനെ. നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന പെൺകുട്ടി ഞാനും നിന്റെ ഡാഡിയും പറയുന്നത് മാത്രം അനുസരിച്ചാ പോരാ. നമ്മുടെ ഈ കുടുംബത്തിന്റെ അന്തസ്സും പേരും പ്രശസ്തിയും നിലനിർത്താൻ കഴിവുള്ള ഒരു നല്ല പെൺകുട്ടിയെ ഈ അമ്മ തന്നെ നിനക്ക് വേണ്ടി കണ്ടെത്തിക്കൊള്ളാം. അങ്ങനെ ഒരു പെണ്ണ് എവിടെയെങ്കിലും ഉണ്ടോ? മേഘനെ, ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ജഗ്ഗു നിന്നെ ഈ ഡ്രസ്സിൽ കണ്ട ഇപ്പൊ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. ഈ ശേഖരൻ എന്തിനാണാവോ ഇപ്പൊ വിളിക്കുന്നേ?
ഒരു വിധത്തിന് നല്ലതിന് തന്നെയാ. നമസ്കാരം ശേഖരമ്മാവ. മേഘന സുഖമായിട്ടിരിക്കുന്നു മോളെ. അവളിപ്പോ സന്തോഷം കൊണ്ട് നിലത്തൊന്നും അല്ല നിക്കുന്നേ. ഞാൻ ശേഖരമ്മാവനെ വിളിച്ച് വിശേഷം അറിയിക്കണമെന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കും അമ്മാവൻ ഇങ്ങോട്ട് വിളിച്ചു. എന്താ മോളെ അത്? നമ്മുടെ മേഘനയ്ക്ക് നല്ലൊരു ആലോചന ഒത്തു വന്നിട്ടുണ്ട് ശേഖരമ്മാവ. അതെയോ അരുന്ധതി? അതെ അമ്മാവ. ഇങ്ങനെ ഒരു ബന്ധം ഒത്തുവന്നത് മേഘനയുടെ ഭാഗ്യമാണെന്നാ പറയണ്ടേ. നല്ല സ്വഭാവമുള്ള പൊന്നു പോലത്തെ ചെറുക്കനാ. ഞങ്ങളുടെ ഇവിടെ തന്നെ ഉള്ളതാട്ടോ. മേഘനെ കണ്ടതും അവൻ അങ്ങ് ഇഷ്ടപ്പെട്ടു. അവൻ ഇവളെ നിലത്ത് വെക്കാതെ കൊണ്ട് നടക്കില്ലേ. അരുന്ധതിക്കൊന്ന് മേഘനയ്ക്ക് ഫോൺ കൊടുക്കാൻ പറ്റുമോ? നീ ഇപ്പൊ തന്നെ കൊടുക്കാ ശേഖരമ്മാവ. മോളെ മേഘനെ, ശേഖരൻ മുത്തശ്ശന് നിന്റെ കല്യാണം ഉറപ്പിച്ചു എന്നറിഞ്ഞപ്പോ എത്ര സന്തോഷമായെന്നറിയോ. മുത്തശ്ശന് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന്. ഇതാ മോളെ ഫോൺ. ശേഖര മുത്തശ്ശ. മേഘനെ സുഖമായിട്ടിരിക്കുന്നു മോളെ? സുഖായിരിക്കുന്നു മുത്തശ്ശ. നിന്റെ ചെറിയമ്മ പറഞ്ഞത് സത്യമാണോ മോളെ? ആ ചെറുക്കനെ നിനക്കിഷ്ടായ മോളെ? മുത്തശ്ശ, അത് ജീവിച്ചിരുന്നിടത്തോളം കാലം നിന്റെ അപ്പൂപ്പൻ ഇങ്ങനെ ഒരു നാള് സ്വപ്നം കണ്ടുണ്ട നടന്നേ. ആ ഭാഗ്യം കിട്ടും മുൻപേ അച്യുതൻ നായർ ഈ ലോകത്തുനിന്ന് പോയി. പക്ഷെ നിനക്കിഷ്ടപ്പെട്ട വ്യക്തിയോടൊപ്പം ഈ കല്യാണം തീരുമാനിച്ചത് അവന്റെ ആത്മാവിന് സന്തോഷാവും. മുത്തശ്ശ, ഈ വിശേഷം അറിഞ്ഞപ്പോ തൊട്ട് എത്രയും വേഗം നിന്നെ ഒന്ന് കാണാൻ കൊതിയാക മോളെ. മേഘന മോളെ, ജോലിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ മുത്തശ്ശ. ശേഖരമ്മാവാ, മേഘന ഇപ്പൊ ഒന്ന് പുറത്തേക്ക് പോവുക. ഞാൻ പിന്നീട് ഫോൺ ചെയ്യിക്കാം. മേഘനയോട് സൂക്ഷിക്കാൻ പറയണം. ആ, ഞാൻ പറഞ്ഞേക്കാം. ഒരുങ്ങിയതൊക്കെ മതി മോളെ. മോളെ, എനിക്ക് ജഗദീഷ് ഇപ്പൊ വരും. വാ 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 വാ. ചെറിയമേ, എന്താ? കല്യാണത്തിന് മുമ്പ് ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിയോടൊപ്പം ചേച്ചിയെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്നെ നീ തെറ്റു പറയാണല്ലേ? ശരിയായാലും തെറ്റായാലും ഇതൊന്നും ഞങ്ങൾക്ക് ശീലമല്ല. നിങ്ങൾ നാട്ടും പുറത്ത് വളർന്ന കുട്ടികളല്ലേ, അവിടെ ഈ ശീലങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് മാംഗ്ലൂർ സിറ്റിയാ. ഇതൊക്കെ ഇവിടെ എല്ലാ വീട്ടിലും കല്യാണത്തിന് മുമ്പ് പതിവാ അല്ലേ ശാലു? യാ, ഗെറ്റ് ടുഗദർ. ഒന്ന് കണ്ട് പരിചയപ്പെടാം. പയ്യെ പയ്യെ സിറ്റി കൾച്ചറൊക്കെ നിനക്ക് ശീലമായിക്കോളും. ചെറിയമേ, എനിക്ക് ദേ, ജഗദീഷ് വന്നല്ലോ മോളെ. നീ ചെന്ന് ഡോറ് തുറക്ക്. ചെല്ല്, പെട്ടെന്ന് അങ്ങോട്ട് ചെല്ല്. ചെല്ലു മോളെ. ചേച്ചി, ചെല്ല്. എങ്ങനെയുണ്ട് നിന്റെ ഭാവി വധു മേഘന? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേ നോക്ക് ജഗദീഷ്, ഞങ്ങളുടെ മേഘനയ്ക്ക് ഈ സിറ്റി കൾച്ചർ ഒന്നും അറിയില്ലെന്ന് ഓർക്കണം. അത് മനസ്സിലാക്കി നീ വേണം സൂക്ഷിച്ചു കൂട്ടിക്കൊണ്ടുപോയിട്ട് വരാൻ. കേട്ടല്ലോ? ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം ആന്റി. അത് മതി എനിക്ക്. പോയിട്ട് വാ. മേഘനെ, എന്നാ പോവാം. പോയിട്ട് വാ മോളെ. ചെല്ല്. ഒരു അരമണിക്കൂർ നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. ചെല്ല്. വാ മേഘനെ, വാ. മോള് പോയിട്ട് വാ. എന്റെ കൃഷ്ണ, മേഘനയ്ക്ക് ജഗദീഷിന് ഇഷ്ടമാവണേ. അവക്ക് അവനെ ബോധിച്ചു കഴിഞ്ഞാ ഇവരുടെ കല്യാണം പെട്ടെന്ന് അങ്ങ് നടത്തണം. പിന്നെ എല്ലാം ഞാൻ വിചാരിച്ച പോലെ അങ്ങ് നടന്നോളും. അതിരിക്കട്ടെ, എന്നെ നിനക്കറിയാമോ?